കറന്റ്, അതായത് നമ്മളിപ്പോഴത്തെ ഒരു ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിൽ ഓരോന്നിനെയായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഇതാണ് വരുന്നത്. അപ്പം ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ മരുന്നുകൾ കൊടുക്കും, സോറിയാസിന് വേണ്ടിയിട്ട് സോറിയാസിന് മരുന്ന് കൊടുക്കും, ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഡയബറ്റീസിന്റെ മരുന്ന് കൊടുക്കും, പ്രഷർ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കൊടുക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രഷറിന്റെ പ്രത്യേകിച്ചും പല ഈ ബീറ്റാ ബ്ലോക്കേഴ്സ് ഒക്കെ ഉള്ള മരുന്ന് നമ്മൾ ഈ സോറിയാസ് ഫ്ലെയറപ്പിന് തന്നെ കാരണമാകാം. പിന്നെ ഡയബറ്റീസ്, നമ്മൾ സോറിയാസിന് എടുക്കുന്ന സ്റ്റീറോയിഡ്സ് പോലെയുള്ള മരുന്നുകൾ ഡയബറ്റീസ് ഉണ്ടാക്കും. സ്റ്റിറോയിഡ്സ് വരുമ്പോഴേക്കും വെയിറ്റ് ഗെയിൻ വരും, അല്ലെങ്കിൽ നമുക്ക് അറിയാലോ സ്റ്റിറോയിഡ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ എന്തൊക്കെ മരുന്ന് എടുത്തു കഴിഞ്ഞാലും ഷുഗർ കൺട്രോൾ കിട്ടുകയില്ല. അപ്പം അതാണ് നമ്മുടെ പ്രോബ്ലം വരുന്നത്. ബേസിക്കലി ഒരു ഒരു ട്രീറ്റ്മെന്റ്, ഇപ്പോൾ സോറിയാസിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കുമ്പോൾ ഡയബറ്റീസ് കൂടും, ഹൈപ്പർ ടെൻഷന് മരുന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സോറിയാസിസ് കൂടും. അപ്പം അതുപോലെ ഈ മരുന്നുകളെല്ലാം കൂടെ വരുമ്പോൾ സോറിയാസിസ് പേഷ്യന്റ് മിക്കവാറും അവരുടെ കിഡ്നിയും ചിലപ്പോൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഈ പല ടോക്സിൻസും എല്ലാം ഇതിൽ ബോഡിയിലേക്ക് കൂടുതൽ കയറുമല്ലോ, കാരണം സ്കിൻ ഇൻഫ്ലെയിംഡ് ആണല്ലോ. അപ്പം അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള നമ്മൾ ഈ കെമിക്കൽസും നമ്മൾ ഈ സോപ്പും അങ്ങനത്തെ ഡിറ്റർജൻസും എല്ലാത്തിൻ്റെ അംശം ഉള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കിഡ്നിക്ക് സ്ട്രെയിൻ ആണ്, ലിവറിന് സ്ട്രെയിൻ ആണ് ഈ മരുന്നുകളെല്ലാം. ഏത് മരുന്നാണെങ്കിലും ലിവറിന് സ്ട്രെയിൻ ഉണ്ടാക്കും, പ്രത്യേകിച്ച് മെത്തോട്രെക്സേറ്റ് ഒക്കെ വെരി ടോക്സിക് വരാം. അതുകൊണ്ടാണ് ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും ഒക്കെ ഇത്തരം മരുന്നുകൾ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഈ ബയോളജിക്കൽസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ആൾക്ക് മറ്റുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. പലർക്കും തൈറോയിഡൈറ്റിസ് ഉണ്ടാവും. മിക്കവാറും നമ്മൾ എപ്പോഴും കാണുന്നതാണ് സോറിയാസിസ് ഉള്ള പേഷ്യൻസിന് കുറെ നാളായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കൂടെ തൈറോയിഡൈറ്റിസ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് തൈറോക്സിന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഇതെല്ലാം ഒരു